ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടോയ്സ് ഓർഗനൈസേഷനാണ് കേട്ടോ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നയിപ്പുള്ള പരിപാടിയാണ്. കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് ഫ്രീ ആയി ഇരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ടോയ്സ് ആവുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ വാരി വലിച്ചിരുന്നതിലും ഭേദം ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ ടോയ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള ടോയ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴുകാൻ പറ്റുന്ന ടോയ്സുകളൊക്കെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടോയ്സ് ആണ് കേട്ടോ. അല്ലാത്തത് കുറച്ച് ടോയ്സ് ഉണ്ട്, അവൻ ചെറുപ്പം തൊട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴുകാൻ പറ്റുന്നതൊക്കെ ഒരു ബാസ്ക്കറ്റിനകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തത് ഒരു ചെറിയൊരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴുകാൻ പറ്റുന്ന ടോയ്സൊക്കെ അതിനകത്തിട്ട് ജസ്റ്റ് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെളിയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ ടോയ്സിനകത്ത് അധികം ചെളിയൊന്നുമില്ല കേട്ടോ. കുറച്ച് നമ്മൾ ഡെയിലി എടുക്കുന്നതിനകത്ത് മാത്രമാണ് കാര്യമായ ചെളി വരുന്നത്. കാരണം വെച്ചാൽ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതിനകത്ത് കയ്യിലൊക്കെ ഫുഡൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പോയി പിടിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഫുഡിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന ടോയ്സ് ഒന്ന് കഴുകി കൊടുത്തത് കേട്ടോ. ഇതിൽ കുറേയൊക്കെ തന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചൊന്നുമല്ല, പിന്നെ കുറേ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുന്നതും അങ്ങനെ എല്ലാം തന്നെ ഗിഫ്റ്റ് കിട്ടിയ ടോയ്സുകളൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് എടുത്തൊന്ന് പൊടിയൊക്കെ തട്ടേണ്ടി വരും കേട്ടോ. കാരണം ടോയ്സ് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് പിള്ളേരൊക്കെ വായിലൊക്കെ വെക്കുന്ന കാരണം പൊടിയും ചെടിയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ക്ലീൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചെടുത്തോണ്ട് പോകരുത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ മടുപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ട് അടുത്തെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. മൊത്തത്തിൽ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകില്ല. കാരണം നമുക്ക് അതിനിടയ്ക്ക് കുട്ടികൾ എഴുന്നേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് മടുപ്പൊക്കെ ഉണ്ടാവാൻ നമുക്ക് എൻ്റർടൈൻമെൻ്റ് രീതിയിൽ നമ്മുടെ എല്ലാ പണികളും തീർത്തിട്ട് വേണം ഇപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയോട്ട് വൃത്തിയാകില്ല, നമുക്കാകെ ദേഷ്യം വരും. കാരണം നമ്മൾ ക്ലീനിങ്ങൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് തീർക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ രാവിലത്തെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇത് പരിപാടിക്ക് ഇരുന്നത്. അപ്പോൾ കഴുകാനുള്ള ടോയ്സൊക്കെ കഴുകി ജസ്റ്റ് ഞാൻ ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ നമുക്കത് തുടച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഉള്ളിൽ നമ്മൾ വെള്ളത്തിൽ കഴുകാത്ത കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വൈപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോയ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ടോയ്സ്. നമുക്ക് ബാസ്ക്കറ്റ് സ്പേസ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ബാസ്ക്കറ്റിനകത്തൊക്കെ വെച്ച് ലിഡൊക്കെ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ പൊടിയൊന്നും അധികം കയറാതിരിക്കും. അപ്പോൾ ഞാനിതിവിടെ വീടിൻ്റെ ഹാളിൽ തന്നെ ഒരു ഷോ കേസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അധികം സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് അതിനകത്താണ് കേട്ടോ ഓർഗനൈസ് ചെയ്യുന്നത്. കാരണം അതിന് നമുക്ക് ഗ്ലാസ് ഡോർ ഉള്ളതുകൊണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അധികം പൊടികളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെയാണ് കേട്ടോ ചെയ്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സ്പേസിനും അനുസരിച്ച് നമുക്കത് പല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിപ്പോൾ ഒരുവിധങ്ങളൊക്കെ അവൻ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഞാൻ ബാസ്ക്കറ്റിനകത്തൊന്നും ആക്കി വെക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ ഈ ഒരു വർഷത്തെ ടോയ്സേ നമുക്ക് ഉള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി വലിയ കളിക്കത്തടിയിൽ ഞാനൊരു ന്യൂസ് പേപ്പർ ജസ്റ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായാലും അവന് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ ഡോൾസാണ് കേട്ടോ അധികം അവനെ എടുക്കാത്തത്. കാരണം ഇവന് ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുറേ വണ്ടികളാണ് ഇവന് കൂടുതൽ. ഡോൾസൊക്കെ വളരെ കുറവാണ്, എന്തെങ്കിലും അവനെ അങ്ങനെ എടുക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ബാക്കിലേക്ക് വെച്ചിട്ട് വണ്ടികളാണ് കേട്ടോ മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അധികം എടുക്കാത്ത വണ്ടികളൊക്കെ ഞാൻ കുറച്ച് മേളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ അടിയിലായാലും നമുക്ക് അധികം വീതിയില്ല വലിയ വലിയ വണ്ടികൾ വെക്കാനൊക്കെ. അപ്പം നമ്മൾ താഴെ ചെറിയ ചെറിയ കുഞ്ഞു കാറുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് ഞാൻ ഇച്ചിരി വലിയ കാറുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് വെള്ളം വലിയാൻ വെച്ചിരുന്ന ടോയ്സൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ജസ്റ്റ് ഞാൻ അവിടെ വെക്കുന്നതുകൊണ്ട് പേപ്പറും വെള്ളമൊക്കെ വീണാൽ നനയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും എടുക്കുന്ന വണ്ടികളാണ് കേട്ടോ ഞാൻ താഴെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവന് കുഞ്ഞു വണ്ടികളെ എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഞാൻ അവന് എടുക്കാൻ എളുപ്പത്തിന് അവന് അത് കൈ കൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു വണ്ടികളൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ചില ടോയ്സ് ഒന്നും അവൻ ഇതുവരെ യൂസ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. ഈ JCB ഒക്കെ ഒരെണ്ണമൊക്കെ അവൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് ഇതാകുമ്പോൾ ഒരെണ്ണം തന്നെ റിപ്പീറ്റേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ എടുക്കാത്തത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഓർഗനൈസേഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സ്പേസിനനുസരിച്ച് ബോക്സിനകത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.